ഓഫീസ് റൂമിൽ നിന്ന് അമ്മയുടെ കരച്ചിൽ ചീളുകൾ നന്ദൻ ചുമരോട് ചേർന്ന് നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. ഓർമ്മ വെച്ച നാൾ മുതൽ തന്റെ അമ്മ ഒരാളുടെ മുന്നിലും തല താഴ്ത്തിയിട്ടില്ലെന്ന് അവൻ ഓർത്തു. ആ അമ്മയാണ് ഇപ്പോൾ അകത്തിരുന്ന് കരയുന്നത്. ഒരു പക്ഷേ ഇന്നത്തെ ബസുമതിയെ ഇങ്ങനെയാക്കിയത് അവരുടെ അനുഭവങ്ങളായിരിക്കാം. വിശ്വസിച്ചവർ ചതിച്ചതും കാണാൻ പാടില്ലാത്ത കാഴ്ചകൾ കൺമുന്നിൽ കണ്ടതും എല്ലാം ബസുമതിയെ തളർത്തിയിരുന്നു. ഇന്നും ആരോടും കരുണയും സ്നേഹവും ഇല്ലാതെ എന്തിനും വാശിയും ധാർഷ്ട്യവുമായി നടക്കുന്ന വസുമതിയുടെ ഉള്ളു പൊള്ളുന്നത് ആരും അറിഞ്ഞില്ല. അമ്മയുടെ കരച്ചിൽ അടങ്ങിയെന്ന് കണ്ടതും നന്ദൻ ഓഫീസിൽ നിന്ന് പുറത്തേക്ക് പോയി. ഒരുപക്ഷെ തന്നെ അമ്മ ഈ സമയം കണ്ടാൽ, എല്ലാം താൻ അറിഞ്ഞു എന്ന് അമ്മ അറിഞ്ഞാൽ, ഒരുപക്ഷെ ആ മനസ്സ് വീണ്ടും വേദനിച്ചാലോ? വേണ്ട, അച്ഛൻ്റെ മകനാകാൻ എനിക്ക് വയ്യ. നന്ദൻ മാറണം. ഇനിയും ഒരു പെണ്ണിൻ്റെയും കണ്ണുനീർ താൻ കാരണം വീഴാൻ പാടില്ല. തെറ്റുപറ്റിപ്പോയോ തനിക്ക്? പാരമ്പര്യം അതായിരിക്കുമോ തന്നെക്കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിച്ചത്? ഇല്ല, അച്ഛനാകാൻ എനിക്ക് വയ്യ. ഓരോ ചിന്തകളോടെയാണ് അവൻ അവിടെ നിന്നും ഇറങ്ങിപ്പോയത്. മഹി ടൗണിൽ നിന്നും അത്യാവശ്യ സാധനങ്ങളും വാങ്ങിച്ചു ഉച്ചയ്ക്ക് മുന്നേ വീട്ടിലെത്തി. അവനെ കാത്തിരുന്ന പോലെ ലച്ചു കോലായിൽ ഇരിപ്പുണ്ടായിരുന്നു. കാറിന്റെ ശബ്ദം കേട്ടതും അവൾ ഇരുന്നിടത്തു നിന്ന് എഴുന്നേറ്റു. കാറിൽ നിന്ന് തന്നെ മഹി കണ്ടു തന്നെ കാത്തിരിക്കുന്നവളെ. ചെറുപുഞ്ചിരിയോടെ കാർ സൈഡാക്കി ഒപ്പം വാങ്ങിച്ച സാധനങ്ങളും എടുത്ത് അവൻ കാറിൽ നിന്ന് ഇറങ്ങി. അപ്പോഴേക്കും ലച്ചു അവൻ്റെ അടുത്തേക്ക് എത്തിയിരുന്നു. പുഞ്ചിരി തന്നെയായിരുന്നു പെണ്ണിൻ്റെ മുഖത്തും. ഒപ്പം മഹിയുടെ കയ്യിലുള്ള സാധനങ്ങളും അവൾ വാങ്ങിച്ചുകൊണ്ട് അവനെ നോക്കി പുഞ്ചിരിച്ചു മുന്നോട്ടേക്ക് നടന്നു. അവൾ നടന്നു പോകുന്നത് നോക്കി മഹി അല്പസമയം അവിടെ തന്നെ നിന്നു. എത്ര പെട്ടെന്നാണ് പെണ്ണ് മാറിയിരിക്കുന്നത്. അപ്പോൾ തന്നോട് സ്നേഹമുണ്ടായിരുന്നോ? അല്ലാതെ തന്നെ ഇത്ര പെട്ടെന്ന് അംഗീകരിക്കുമോ? ഈ പെണ്ണിനെ മനസ്സിലാകുന്നില്ലല്ലോ. ഓരോന്ന് ഓർത്തുകൊണ്ട് അവനും അവളുടെ പിറകെ പോയി. അമ്മ എവിടെ? പുറത്തും അകത്തൊന്നും അമ്മയെ കാണാതിരുന്നപ്പോൾ മഹി ലച്ചുവിനോട് അന്വേഷിച്ചു. അമ്മ ഹേമയുടെ വീട് വരെ പോയിട്ടുണ്ട്. ഹേമയ്ക്കെന്തോ വയ്യായിക. ഞാനും പോകാൻ നിന്നതാ. അപ്പോഴാണ് അമ്മ പറഞ്ഞത് മഹിയേട്ടൻ ഇപ്പോൾ വരും, അമ്മ പോയി വരാമെന്ന്. ആ, അവൻ മൂളിക്കൊണ്ട് ഷർട്ട് ബട്ടൺസ് അഴിച്ചുകൊണ്ട് റൂമിലേക്ക് നടന്നു. മഹിയേട്ടാ, ചോറെടുത്ത് വെക്കട്ടെ? അവൻ റൂമിലേക്ക് പോകുന്നത് കണ്ടതും അവൾ ഉറക്കെ വിളിച്ചു ചോദിച്ചു. ആ, എടുത്തു വയ്ക്ക്, ഞാനിപ്പോൾ വരാം, പറഞ്ഞുകൊണ്ട് അവൻ റൂമിലേക്ക് പോയി. അല്പസമയം കഴിഞ്ഞ് അവൻ വരുമ്പോഴേക്കും അവൾ മേശയുടെ മുകളിൽ എല്ലാം നിരത്തി വെച്ചിരുന്നു. നീ കഴിച്ചോ? അവൻ കസേര വലിച്ച് നീക്കിയിരിക്കുന്നതിനോടൊപ്പം അവളോട് ചോദിച്ചു. ഇല്ല, മഹിയേട്ടൻ കഴിക്ക്, എന്നിട്ട് ഞാൻ കഴിച്ചോളാം, പറയുന്നതിനോടൊപ്പം അവൾ അവൻ്റെ മുന്നിലായി നീക്കിവെച്ച പാത്രത്തിലേക്ക് ഭക്ഷണം വിളമ്പാനും തുടങ്ങിയിരുന്നു. അതെന്താടോ എൻ്റെ കൂടെ ഇരുന്നാൽ? കള്ളച്ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവളുടെ കൈകൾ പിടിച്ചു വലിച്ച് അവൻ്റെ മടിയിലേക്ക് അവളെ ഇരുത്തിയിരുന്നു. അയ്യോ മഹിയേട്ടാ! അവൾ പിടഞ്ഞുകൊണ്ട് അവൻ്റെ മടിയിൽ നിന്ന് എഴുന്നേക്കാൻ പോയതും അവൻ രണ്ട് കൈകൾ കൊണ്ടും അവളെ പൊതിഞ്ഞു പിടിച്ചു. മഹിയേട്ടാ വിട്ടേ, ആരെങ്കിലും കണ്ടാൽ? അവനിൽ നിന്നും അവൾ കുതറി. ആര് കാണാൻ? നീ ഇവിടെ ഇരിക്ക് പെണ്ണേ, പൊതിഞ്ഞു പിടിക്കുന്നതിനോടൊപ്പം അവളുടെ കഴുത്തിലേക്ക് അവൻ്റെ മുഖം പൂഴ്ത്തി. മഹിയേട്ടാ! പ്രതീക്ഷിക്കാതെ അവൻ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തിയതും ഒരേങ്ങലോടെ പെണ്ണ് അവനെ മുറുകെ പിടിച്ചുപോയി. കഴുത്തിൽ നിന്നും പതിയെ അവൻ്റെ മുഖം മറ്റു വശങ്ങളിലേക്ക് ചലിക്കാൻ തുടങ്ങിയതും അവൾ അവനെ വിലക്കിയിരുന്നു. മഹിയേട്ടാ പ്ലീസ്, അമ്മ ഇപ്പോൾ വരും. ലച്ചു പറഞ്ഞു തീരലും അകത്തേക്ക് മാധവിയമ്മ വന്നതും ഒരുമിച്ചായിരുന്നു. മഹിയുടെ മടിയിലിരിക്കുന്ന ലച്ചുവിനെ കണ്ടതും മാധവിയമ്മയ്ക്ക് നാണമായിപ്പോയി. മാധവിയമ്മ ചിരിക്കുന്നത് കണ്ടതും ലച്ചു പതിയെ മഹിയുടെ മടിയിൽ നിന്ന് എഴുന്നേറ്റ് നിന്നു. ഒപ്പം മഹിയെ ഓർപ്പിച്ച് നോക്കുകയും ചെയ്തു. കറക്റ്റ് സമയത്ത് വന്നോണം. നാണം കുടുങ്ങി നിൽക്കുന്ന മാധവിയമ്മയോട് ഇല്ലാത്ത ദേഷ്യം പ്രകടിപ്പിച്ച് മഹി മുരണ്ടു. ആഹാ, നിന്റെ കല്യാണം കഴിഞ്ഞെന്ന് കരുതി എനിക്ക് എൻ്റെ വീട്ടിലേക്ക് വരാൻ പാടില്ലേ? ഇത് നല്ല കൂത്ത്, പറയുന്നതിനോടൊപ്പം കയ്യിലെ പേഴ്സുമായി അമ്മ ചെറു പുഞ്ചിരിയോടെ റൂമിലേക്ക് പോവുകയും ചെയ്തു. ഇതേ സമയം ലച്ചു വിളറി വെളുത്തു നിൽക്കുകയാണ്. കാര്യം മറ്റൊന്നുമല്ല, മടിയിലിരിക്കുന്നത് അമ്മ കണ്ടതും പോരാ, അതിൻ്റെ കൂടെ മഹിയുടെ വാക്കുകളും പെണ്ണിനെ ആകെ വല്ലാതെയാക്കിയിട്ടുണ്ട്. അതിൻ്റെ ചമ്മൽ ഇപ്പോഴും പെണ്ണിൻ്റെ മുഖത്തുണ്ട്. എന്നാൽ തന്നെ കള്ളച്ചിരിയോടെ നോക്കുന്ന മഹിയെ കണ്ടതും അവൾ ഇല്ലാത്ത ദേഷ്യം പ്രകടിപ്പിച്ച് അവൻ്റെ അടുത്ത് നിന്ന് പോയിരുന്നു. അപ്പോഴും എവിടേക്കോ പെണ്ണിൻ്റെ ചുണ്ടിൽ പുഞ്ചിരി ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. അത് വ്യക്തമായി മഹി കാണുകയും ചെയ്തു. താൻ എന്താടോ ആലോചിക്കുന്നത്? തൻ്റെ മാറോട് ചേർന്ന് കിടക്കുന്നവൾ മറ്റൊരു ലോകത്താണെന്ന് മനസ്സിലായതും മഹി അവളുടെ മുടിയിഴകളിൽ പതിയെ തലോടിക്കൊണ്ട് ചോദിക്കുകയാണ്. അമ്മ പറയാതെ പറഞ്ഞതാണല്ലേ നമ്മളോട്? അങ്ങുമിങ്ങും തൊടാതെയുള്ള ലച്ചുവിൻ്റെ സംസാരം. അവൻ പതിയെ തലയുയർത്തി അവളെ നോക്കി. അവൾ പറഞ്ഞതിൻ്റെ പൊരുൾ അവന് വ്യക്തമായില്ല. അത് പിന്നെ നേരത്തെ അമ്മ പറഞ്ഞില്ലേ ഹേമയ്ക്ക് രണ്ടാമതും വിശേഷമുണ്ടെന്ന്? അമ്മയ്ക്കും ഒരു കുഞ്ഞിനെ കാണാൻ ആഗ്രഹമുണ്ടെന്ന്. അതിന്? നെറ്റി ചുളിച്ച് മഹി ചെറുപുഞ്ചിരിയോടെ അവളെ നോക്കി. അവൾ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് അവനിപ്പോൾ വ്യക്തമാകുന്നുണ്ട്. അല്ല, നമുക്കും എപ്പോഴാ ഒരു കുഞ്ഞു വരിക? മനസ്സിലുള്ളത് അവൾ തുറന്നു ചോദിച്ചു. അവളും കൊതിക്കുന്നുണ്ട് തൻ്റെ കൂട്ടുകാരികൾ ഒരമ്മയായതുപോലെ താനും ഒരമ്മയാകാൻ. എൻ്റെ കൊച്ച് അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട.
നമ്മൾ രണ്ടാളും ഒന്ന് ആഞ്ഞു പിടിച്ചാൽ അടുത്ത കൊല്ലം ഈ സമയമാകുമ്പോഴേക്കും നമ്മുടെ കയ്യിലും ഒരു കൊച്ചുണ്ടാകില്ലേ? പറയുന്നതിനോടൊപ്പം അവളെ എടുത്ത് തൻ്റെ നെഞ്ചിലേക്ക് കിടത്തിയവൻ. തുടങ്ങിയാലോ? അവൻ അവളുടെ ചെവിയോരം പതിയെ പറഞ്ഞതും അവൾ ഒന്ന് കുറുകി. പിന്നെ ഒട്ടും താമസിച്ചില്ല, അവൻ അവളിലേക്ക് അലിഞ്ഞു ചേരാൻ തുടങ്ങിയിരുന്നു. അവൻ്റെ തലോടലും കുറുകലും അവളും ആസ്വദിച്ചുകൊണ്ട് അവനിൽ കീഴ്പ്പെട്ടു. നന്ദൻ റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. ഓഫീസിൽ വെച്ച് മഹിയും അമ്മയും തമ്മിലുള്ള സംസാരം അവൻ വ്യക്തമായി കേട്ടതിനു ശേഷം അവൻ്റെ മനസ്സ് ആകെ താളം തെറ്റി കിടപ്പുണ്ട്. തൻ്റെ അമ്മയെക്കുറിച്ചും അച്ഛനെക്കുറിച്ചും പുതിയ വിവരങ്ങളായിരുന്നു ഇന്ന് അവൻ അറിഞ്ഞത്. ഒരു വേള ഇന്നത്തെ വസുമതി അമ്മ ആകാൻ കാരണക്കാരൻ തൻ്റെ അച്ഛനാണെന്നും അവൻ മനസ്സിലാക്കുന്നു. അതേ അച്ഛൻ തന്നെയല്ലേ ഇപ്പോൾ താനും? ചിന്തകൾ കാട് കടന്നതും ഇനിയും അമ്മയെ കാണാതിരിക്കുന്നത് ശരിയല്ലെന്ന് കണ്ടവൻ റൂമിൽ നിന്ന് ഡോർ തുറന്ന് അമ്മയുടെ റൂം ലക്ഷ്യമാക്കി നടന്നു. അവനറിയാം അമ്മ ഉറങ്ങിയിട്ടുണ്ടാകില്ലെന്ന്. അമ്മയുടെ റൂമിൽ ലൈറ്റ് കാണാം. പഴയ കണക്കുകളും പുതിയ കണക്കുകളും ഓരോ ദിവസവും കൂട്ടിവെച്ച് എല്ലാം തൃപ്തിപ്പെട്ടതിന് ശേഷം മാത്രമേ അമ്മ ഉറങ്ങാറുള്ളൂ. വസുമതിയുടെ റൂം ഡോർ തള്ളി തുറന്നതും നന്ദൻ കണ്ടു മേശയുടെ അരികിലിരിക്കുന്ന അമ്മയെ. ഡോർ തുറക്കുന്ന ശബ്ദം കേട്ടതും കണക്കെഴുതുന്നതിനിടയിൽ വസുമതി തിരിഞ്ഞു നോക്കി. നന്ദനാണെന്ന് മനസ്സിലായതും അവർ വീണ്ടും മുഖം ചരിച്ചു കണക്കുകൾ എഴുതാൻ തുടങ്ങി. അകത്തേക്ക് കയറി വസുമതിയുടെ അടുത്തുള്ള ചെയർ നീക്കിവെച്ച് അതിലേക്കിരുന്നു നന്ദൻ. അല്പനേരം അവൻ അമ്മയെ നോക്കിയിരുന്നു. നന്ദന് തന്നോട് എന്തോ ആവശ്യപ്പെടാനുണ്ടെന്ന് വസുമതിയമ്മയ്ക്ക് മനസ്സിലാകുന്നുണ്ട്. അല്ലെങ്കിലും അങ്ങനെയാണല്ലോ, കാര്യം സാധിക്കാൻ മാത്രമല്ലേ അമ്മയുടെ അടുത്തേക്ക് വരൂ. പുച്ഛഭാവത്തോടെ നന്ദൻ എന്നൊരാൾ തൻ്റെ അരികിലുണ്ടെന്ന് നനയ്ക്കാതെ വീണ്ടും തൻ്റെ ജോലി തുടരുകയാണ് വസുമതി. അമ്മേ, നന്ദൻ തന്നെ സംസാരത്തിന് തുടക്കമിട്ടു. എപ്പോഴും ഉള്ളതുപോലെയല്ല, ഇന്ന് അവൻ്റെ ശബ്ദത്തിൽ മയമുണ്ട്. ആ മയം വസുമതിക്ക് മനസ്സിലായതും അവർ തലയുയർത്തി നന്ദനെ നോക്കി. നാളെ ഞാൻ സ്വപ്നയുടെ വീട് വരെ പോകും, തന്നെ നോക്കി നിൽക്കുന്ന അമ്മയോട് അവൻ പറഞ്ഞു. എന്നാൽ വസുമതിയുടെ നെറ്റികൾ നന്ദൻ പറഞ്ഞത് കേട്ട് ചുളിയുകയാണ് ചെയ്തത്. എനിക്ക് അവളോടൊന്ന് സംസാരിക്കണം. ഇപ്പോഴും അവൻ്റെ തല താഴ്ന്നു തന്നെയാണ് ഇരിക്കുന്നത്. നീ അവളോട് എന്ത് സംസാരിക്കാൻ? നിനക്ക് വേണ്ടാഞ്ഞിട്ടല്ലേ അമ്മയുടെ പേരും പറഞ്ഞ് നീ അവളെ ഇവിടെ നിന്നും പുറത്താക്കിയത്? വസുമതിയുടെ വാക്കുകൾ തികച്ചും പുച്ഛമായിരുന്നു. ഒരു വേള കണ്ണുനീരോടെ ഇറങ്ങിപ്പോയവളെ വസുമതിക്ക് ഓർമ്മ വന്നു. ഒരു പരിധിവരെ താനും ഒരു കാരണമായിരുന്നു സ്വപ്ന ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുവാൻ. തെറ്റായിരുന്നു, അറിയാം. ഈ നന്ദൻ പണത്തിനു മാത്രമേ വില കൽപ്പിച്ചിട്ടുള്ളൂ. ഒരു പരിധിവരെ അമ്മയെ കണ്ട് തന്നെയാണ് ഞാൻ വളർന്നത്. അതുകൊണ്ട് തന്നെയാണല്ലോ പ്രണയിച്ച പെണ്ണിനെ ഒഴിവാക്കി പണക്കാരി പെണ്ണിനെ കെട്ടിയത്. എന്നിട്ടോ വർഷം 2 തികയും മുമ്പേ അച്ഛൻ്റെ ബിസിനസ് തകർന്നു ഒന്നുമില്ലാത്തവളായി. അമ്മയുടെ കുത്തുവാക്കുകൾക്ക് പുറമെ അവളോടുള്ള ഇഷ്ടക്കുറവും കൂടി വരികയാണ് ചെയ്തത്. പിന്നെ പെട്ടെന്നായിരുന്നുവല്ലോ എല്ലാം. എനിക്ക് അവളോട് ക്ഷമ ചോദിക്കണം, പറ്റുമെങ്കിൽ കൂടെ കൂട്ടണം. അവൾ വരുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അവൾ എവിടെയാണെന്ന് നിനക്കറിയുവോ? ചോദ്യത്തോടെ വസുമതി നോക്കി. അവന് ഉത്തരമില്ലാതെ തല താഴ്ത്തുവാനേ കഴിഞ്ഞുള്ളൂ. വസുമതി ചോദിച്ചതും മറുപടിയില്ലാതെ അവൻ തല താഴ്ത്തിയിരുന്നു. അല്ലെങ്കിലും എന്തു പറയാൻ? പോയ നാൾ തൊട്ട് ഇതുവരെ അവളെക്കുറിച്ചൊന്നും അന്വേഷിച്ചതുപോലുമില്ല. എവിടെയാണെന്നോ എങ്ങനെയാണെന്നോ ഒന്നും. അവസാനമായി കോടതി വരാന്തയിൽ വെച്ചാണ് അവളെ കാണുന്നത്. നിറഞ്ഞ കണ്ണുകളോടെ ഒരു നോക്ക് തന്നെ നോക്കി തൻ്റെ അച്ഛനോടൊപ്പം ഓട്ടോ കയറി പോകുന്നതാണ് നന്ദൻ്റെ കൺമുന്നിലുള്ള സ്വപ്നയുടെ അവസാനത്തെ ഓർമ്മകൾ. എന്താ, ചോദിച്ചതിന് മറുപടിയില്ലേ? സ്വപ്ന എവിടെയാണെന്ന് നിനക്കറിയുവോ? വസുമതി വീണ്ടും ചോദിച്ചു. താൻ ചോദിക്കുന്നതിനൊന്നും നന്ദൻ്റെ പക്കൽ മറുപടിയില്ലെന്ന് വസുമതിക്ക് അറിയാമെങ്കിലും അവൻ്റെ ഭാവങ്ങൾ കാണുവാൻ തന്നെയാണ് വസുമതി മനഃപൂർവ്വം ചോദിക്കുന്നത്. അറിയില്ല അല്ലേ? പുച്ഛത്തോടെയുള്ള വസുമതിയുടെ വാക്കുകൾ. തല താഴ്ത്തിയിരുന്നവൻ അമ്മയെ നോക്കി. അവൻ്റെ കണ്ണുകൾ കലങ്ങിയിട്ടുണ്ട്. ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കാം ഒരാളെ ഓർത്ത് കുറ്റബോധം തോന്നുന്നത്. അരുത് നന്ദ, കരയരുത്. നീ കരഞ്ഞാൽ ചിലപ്പോൾ നീ തോറ്റുപോയെങ്കിലോ? നിനക്ക് മറ്റുള്ളവരുടെ വിഷമങ്ങൾ മനസ്സിലാക്കാനുള്ള മനസ്സില്ലല്ലോ. അങ്ങനെയുള്ള നീ കരയാൻ പാടില്ല. പരിഹാസത്തോടെ വസുമതി പറഞ്ഞതും അവൻ്റെ കണ്ണുകളിൽ നിന്ന് നീർ പൊടിഞ്ഞു താഴേക്കിറ്റു. ഇതേപോലെ ആ പെങ്കൊച്ചും കരഞ്ഞിട്ടുണ്ടാകില്ലേ? വിടല്ലേ എന്ന് പറഞ്ഞ് നിന്റെയും എൻ്റെയും കാൽക്കൽ വീണത് ഓർമ്മയുണ്ടോ? അന്ന് എനിക്കൊപ്പം കൂട്ടാമായിരുന്നു. പക്ഷേ നിന്റെ ആട്ടും തൊഴിയുമേറ്റ് ആ പെൺകുട്ടി ഇവിടെ കഴിയേണ്ട എന്ന് തന്നെയാണ് ഞാനും തീരുമാനിച്ചത്. അല്ല, ഇപ്പോഴെന്താ എൻ്റെ മോനൊരു മനംമാറ്റം? പെട്ടെന്ന് നന്ദനിലുള്ള മാറ്റം എന്തുകൊണ്ടാണെന്ന് വസുമതിക്ക് സംശയമായി. പറയുന്നതിനിടയിൽ വസുമതിക്ക് ആ കാര്യം ഓർമ്മ വന്നതും അവർ ചോദിക്കുകയായിരുന്നു. എനിക്ക് അവളെ വേണമമ്മേ. ഞാൻ അവളോട് ക്ഷമ ചോദിക്കാനും തയ്യാറാണ്. തെറ്റ് പറ്റിയിട്ടുണ്ട് ഒരുപാട്. വയ്യ ഇനിയും തെറ്റ് ചെയ്യാൻ. ഇടറിയുള്ള നന്ദൻ്റെ സ്വരം വസുമതിയുടെ മനസ്സിനെയും വേദനിപ്പിച്ചു. ഞാനെന്താ നന്ദ വേണ്ടത്? ആ പെൺകുട്ടിയെ നിനക്ക് തന്നാൽ നീ ഇനിയും അതിനെ വേദനിപ്പിക്കുമോ? പണമില്ലാത്തതിൻ്റെ പേരിൽ അതിനെ കരയിപ്പിക്കുമോ? ചോദ്യത്തോടെ നിറമിഴികളോടെ നിൽക്കുന്ന നന്ദനെ വസുമതി നോക്കി. ഞാൻ പറഞ്ഞില്ലേ, തെറ്റ് പറ്റിയിട്ടുണ്ട്. ഇനി എന്നിൽ നിന്നും ആവർത്തിക്കാതിരിക്കാൻ നോക്കാം.
അല്ല, ഇനി എന്നിൽ നിന്നും ഉണ്ടാകില്ല. എനിക്ക് സ്വപ്നയെ വേണം അമ്മേ. അവൻ ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റ് വസുമതിയുടെ കൈകൾ കൂട്ടിപ്പിടിച്ചു. ഒരു വേള അമ്മയുടെ കണ്ണുകളും കലങ്ങിപ്പോയി. താൻ ആഗ്രഹിച്ചതെന്തോ അത് നടക്കാൻ പോകുന്നു. ഞാൻ അന്വേഷിക്കാം സ്വപ്നയെ. പക്ഷേ ആ കുട്ടിക്ക് ഇനി നിന്നെ വേണ്ടെങ്കിലോ? അത്രയും വേദനിച്ചിരുന്നില്ലേ ആ കുട്ടിയുടെ മനസ്സ്? ഇനിയും സൗന്ദര്യമില്ലായ്മയുടെ പേരിൽ നീ അവളെ കുറ്റപ്പെടുത്തുമോ? ഇല്ലമ്മേ, എന്നിൽ നിന്നും ഇനി ഒന്നും ഉണ്ടാകില്ല. ആ ഉറപ്പ് നന്ദൻ അമ്മയ്ക്ക് തരുന്നു. സ്വപ്ന സ്വപ്ന ഞാൻ വിളിച്ചാൽ വരും. എൻ്റെ തെറ്റുകളെല്ലാം ഏറ്റുപറഞ്ഞ് ഞാൻ അവളോട് മാപ്പ് അപേക്ഷിക്കും. നന്ദൻ്റെ വാക്കുകൾക്ക് അത്രയും ഉറപ്പുണ്ടായിരുന്നു. സ്വപ്നയെക്കുറിച്ച് അന്വേഷിക്കാമെന്ന് വസുമതി നന്ദന് വാക്കുകൊടുക്കുകയും ചെയ്തു. ഒരുപക്ഷെ തന്നെക്കാളേറെ അമ്മ അന്വേഷിച്ചാൽ അവളെ വേഗം കണ്ടെത്താനാകുമെന്ന് നന്ദൻ അറിയാം. ചിലപ്പോൾ അവൾ എവിടെയുണ്ടെന്ന് പോലും. അമ്മ പറഞ്ഞതിലും കാര്യമുണ്ടെന്ന് അവനറിയാം. പണത്തിൻ്റെ പേരിൽ മാത്രം സൗന്ദര്യം നോക്കാതെ അവളെ കല്യാണം കഴിച്ചു. വർഷം 2 തികയും മുമ്പേ അച്ഛൻ്റെ ബിസിനസ്സുകൾ തകർച്ചയിൽ നിന്നും ദരിദ്രാവസ്ഥയിൽ അവൾ ചെന്നെത്തി. ഇവിടെ നിന്നും കുറേ സഹായങ്ങൾ അവളുടെ അച്ഛനു വേണ്ടി ചെയ്തു കൊടുത്തു. എന്നിട്ടും മാറ്റമൊന്നും കണ്ടില്ലെന്ന് വന്നപ്പോൾ അവളുടെ സൗന്ദര്യത്തിൽ കുറവ് വരാൻ തുടങ്ങി. ആ സമയം മനസ്സിലേക്ക് വന്നത് സ്ത്രീയുടെ മുഖം മാത്രമായിരുന്നു. അത്രയും നിറഞ്ഞു തുളുമ്പുന്ന സൗന്ദര്യമാണ് അവൾക്ക്. മുഖത്തിനു പുറമെ ശരീരത്തിൻ്റെ ആകാരവടിവ് പോലും ഏതൊരാണിനെയും ത്രസിപ്പിക്കും. ഒരിക്കൽ കൂടി തൻ്റെ പ്രണയം പറഞ്ഞു പോയാൽ അവൾ തൻ്റെ കൂടെ വരുമെന്നായിരുന്നു നന്ദൻ്റെ ചിന്തകൾ. സ്വപ്നയെ ഒഴിവാക്കിയതും ഡിവോഴ്സ് വാങ്ങിയതുമെല്ലാം ശ്രീലക്ഷ്മിയുടെ കൂടെയുള്ള പുതിയൊരു ജീവിതത്തിന് വേണ്ടിയായിരുന്നു. എന്നിട്ട് എന്ത് സംഭവിച്ചു? പ്രണയം സത്യമാണെന്ന് ജീവിച്ചു കാണിച്ചു കൊടുക്കുന്നു മറ്റൊരുവനിലൂടെ ശ്രീലക്ഷ്മി. ദേ അച്ഛാ, എന്നെക്കൊണ്ടൊന്നും വയ്യാട്ടോ. എത്രയെന്ന് വെച്ചാ ഞാൻ ഇങ്ങനെ പെടാപ്പാട് പെടുന്നത്? കഴിഞ്ഞ മാസമല്ലേ ഞാൻ അയാൾക്ക് പൈസ കൊടുത്തത്? ദേ ഇന്നും വന്നു. പിള്ളേരുടെ മുന്നിൽ വെച്ചാ അയാൾ വായിൽ തോന്നിയതൊക്കെ പറഞ്ഞത്. കലിയോട് വന്നവൾ ഉമ്മറപ്പടിയിലിരിക്കുന്ന അച്ഛനെയും അനിയനെയും നോക്കി. ഡാ, നിന്നോടും കൂടിയാ. അവള് പറയുന്നതൊന്നും ശ്രദ്ധിക്കാതെ രണ്ടുപേരും ചെസ് കളിക്കുന്ന തിരക്കിലാണ്. ദേ അച്ഛാ, എനിക്ക് ഭ്രാന്ത് വരുന്നുണ്ട്. അമ്മ എവിടെ? തൻ്റെ വാക്കുകളൊന്നും കേൾക്കാതെ ഇപ്പോഴും കളിയിൽ ശ്രദ്ധിച്ചിരിക്കുന്നവരെ കാണുമ്പോൾ അവൾക്ക് ദേഷ്യം തരിച്ചു വരുന്നു. നിങ്ങളോടാ ഞാൻ ചോദിക്കുന്നത്. അവളുടെ ശബ്ദം ഉയർന്നതും അച്ഛൻ ബോർഡിൽ നിന്ന് കണ്ണുകൾ പതിയെ അവൾക്ക് നേരെ ഉയർത്തി. അവൾ ദേ പ്ലാവിൻ്റെ വക്കിലുണ്ട്. നീ ഒന്ന് അകത്തേക്ക് പോയേ, ഈ കളി ഒന്ന് തീരട്ടെ. ഈർഷ്യയോടെ പറഞ്ഞുകൊണ്ട് അയാൾ വീണ്ടും കളിയിൽ ശ്രദ്ധിക്കാൻ തുടങ്ങി. മടുത്തു. എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോയാൽ മതിയെന്ന് തോന്നുന്നു. ഞാനെന്തിനാ എല്ലാ വയ്യാവൈലികളും തലയിൽ കയറ്റി വെക്കുന്നത്? കഷ്ടപ്പെട്ട് ഒരുത്തനെ പഠിപ്പിച്ചു. അവനാണെങ്കിൽ നല്ല ജോലി കിട്ടിയാലേ പോകുമെന്നും പറഞ്ഞിരിപ്പുണ്ട്. വീട്ടിലേക്ക് ആരെങ്കിലും ജോലിയും കൊണ്ടുവരുമോ? എന്താ മോളെ നീ ഇങ്ങനെ പിറുപിറുത്തു വരുന്നേ? പ്ലാവിൻ്റെ വക്കിൽ നിന്നും 2-3 ഇലക്കം പൊടിച്ച് ആട്ടിന് ഇട്ടുകൊടുക്കുകയാണ് ദേവകി. മുൻവശത്ത് നിന്നും പുറകുവശത്തേക്ക് ഓരോന്ന് പിറുപിറുത്തുകൊണ്ട് വരുന്നവളെ ദേവകി കാണുന്നുണ്ടായിരുന്നു. ഞാൻ പിന്നെ എന്താ ചെയ്യുക അമ്മേ? അച്ഛനും മോനും കളിക്കുന്ന തിരക്കിലാണ്. ദേ ഇന്നും വന്നു ആ സുശീലൻ ട്യൂഷൻ സെൻ്ററിലേക്ക്. കുട്ടികളുടെ മുന്നിൽ വെച്ച് അയാൾ എന്നെ വല്ലാതെ പറഞ്ഞു. എതിർത്ത് പറയാൻ കഴിയില്ലല്ലോ. നമ്മുടെ വീടിൻ്റെ ആധാരം അയാളുടെ കയ്യിലായിപ്പോയില്ലേ. പറയുന്നതൊക്കെ കേട്ടു നിന്നു. ടീച്ചേഴ്സും കുട്ടികളും എന്നെ തന്നെ നോക്കുകയായിരുന്നു. ഞാൻ ആകെ ചൂളിപ്പോയി. അതും പറഞ്ഞു അച്ഛൻ്റെയും മോൻ്റെയും മുന്നിൽ വരുമ്പോൾ അവർക്ക് കളിക്കണമത്രേ. മതിയായി അമ്മ എനിക്ക്. എങ്ങോട്ടെങ്കിലും ഒന്ന് ഓടിപ്പോയാൽ മതി എന്നായി. കയ്യിലെ ബാഗ് അടുക്കള തിണ്ണയിൽ വെച്ച് അവൾ അവിടെ ഇരുന്നു. ഒപ്പം 2 കൈകൊണ്ടും തല താങ്ങിക്കൊണ്ട് അവൾ കരയാനും തുടങ്ങി. മോളെ, ഞാൻ പറഞ്ഞില്ലേ, ഇത് വിറ്റിട്ട് നമുക്ക് അയാളുടെ കാശ് കൊടുക്കാം. അച്ഛനും അങ്ങനെ തന്നെയാ പറയുന്നത്. വാടക വീടായാൽ മാസത്തിൽ വാടക കൊടുക്കണം എന്നല്ലേയുള്ളൂ. നീ സമ്മതിക്കാത്തതിൻ്റെ ദേഷ്യമാ അച്ഛന്. അതാ നീ പറയുന്നതൊന്നും കൂട്ടാക്കാത്തത്. തിണ്ണയിലിരിക്കുന്നവളുടെ അടുത്തേക്ക് ദേവകി ഇരുന്നു. കരയുന്നിടത്തു നിന്നും അമ്മയുടെ വാക്കുകൾ കേട്ടതും അവൾ പതിയെ തലയുയർത്തി അമ്മയെ നോക്കി. ഇത് കൂടിയേയുള്ളൂ അമ്മേ നമുക്ക് ആകെയുള്ള സ്വത്ത് എന്ന് പറയാൻ. കഴിഞ്ഞ മാസം വരെ അയാൾക്ക് മുടങ്ങാതെ ഞാൻ കാശ് കൊടുത്തിട്ടില്ലേ. ഈ മാസം അമ്മയ്ക്ക് അറിയാവുന്നതല്ലേ. ഇതും കൂടി വിറ്റാൽ വാടക കൊടുക്കാമെന്ന് പറയുന്നു. ആ വാടക തന്നെയല്ലേ ഇപ്പോൾ ഞാൻ അയാൾക്ക് കൊടുക്കുന്നത്. 1-2 ദിവസം മുടങ്ങി എന്ന് പറഞ്ഞ് അയാൾ എന്തിനാ എന്നോടിങ്ങനെ? നിങ്ങളുടെ എല്ലാം ഇഷ്ടം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് വിറ്റ് അയാളുടെ കടം തീർക്കാം. ഇനി ഞാനായി മുടക്കം പറഞ്ഞൊന്നും വേണ്ട. ഇതും കൂടിയല്ലേ ഉള്ളൂ, അതും കൂടി അങ്ങ് കൊടുത്തേക്ക്. പറയുന്നതിനോടൊപ്പം താഴെ കിടക്കുന്ന ബാഗുമെടുത്ത് അവൾ അകത്തേക്ക് ഒറ്റ പോക്കായിരുന്നു. അവൾ പോയി കഴിഞ്ഞതും ദേവകി തൻ്റെ നിറകണ്ണുകൾ തുടച്ചു. ആ അമ്മയും അത്രയ്ക്ക് വേദനിക്കുന്നു. എങ്ങനെ കഴിഞ്ഞിരുന്നവരാ? ഒറ്റ നിമിഷം കൊണ്ടവല്ലേ എല്ലാം കൂപ്പുകുത്തിയത്. വീടും ബിസിനസ്സും കാറുകളും എല്ലാം പോയി. ഒപ്പം മകളുടെ ജീവിതവും. ഓരോന്നോർക്കുമ്പോൾ ആ അമ്മയുടെ മനസ്സ് പിടഞ്ഞു. ഇനി എന്തെന്ന ചോദ്യവും ആ അമ്മയുടെ മുന്നിലുണ്ട്. ഓരോന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് മുറ്റത്തൊരു കാർ വന്ന് നിൽക്കുന്ന ശബ്ദം ദേവകി കേട്ടത്. ഒരുപാട് നാളുകൾക്ക് ശേഷം മുറ്റത്തൊരു കാറിൻ്റെ ശബ്ദം കേട്ടതും കണ്ണുനീർ തുടച്ചുകൊണ്ട് ദേവകി മുൻവശത്തേക്ക് നടന്നു.
എന്നാൽ കാറിൽ നിന്ന് ഇറങ്ങിയവരെ കണ്ടതും ദേവകി ഒന്ന് സ്റ്റക്കായി. പ്രതീക്ഷിക്കാത്തവരാണ് കൺമുന്നിൽ. ഇനിയൊരിക്കലും കണ്ണിൽ പെടില്ലെന്ന് കരുതിയിരുന്നവർ. അതേസമയം കളിച്ചുകൊണ്ടിരുന്ന അച്ഛനും മോനും ഇരുന്നിടത്തു നിന്ന് എഴുന്നേറ്റ് അവരുടെ മുന്നിൽ നിൽപ്പുണ്ട്. ദേവകിയെപ്പോലെ തന്നെ അവരുടെ മുഖത്തും അതിശയമാണ്. ഇതേ സമയം മുറ്റത്ത് വണ്ടി വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടതും ചുരിദാറിന്റെ ഷോൾ അയലിന്റെ മുകളിലേക്ക് എടുത്തുവെച്ച് ആരാണെന്ന് അറിയാൻ വേണ്ടി അവൾ പുറത്തേക്ക് വന്നു. എന്നാൽ വന്നവരെ കണ്ടതും അതിശയത്തിനുപരി അവളുടെ കണ്ണുകൾ നിറഞ്ഞു. പ്രതീക്ഷിച്ചിരുന്നില്ല. കൺമുന്നിൽ കാണുമെന്ന് കരുതിയതല്ല, മറന്നിരുന്നതാണ്. വേദനകൾ തരാതിരിക്കാൻ മാത്രമായി. ആ ഓർമ്മകളാണ് വീണ്ടും കൺമുന്നിൽ വന്നു നിൽക്കുന്നത്. ഒരു വേള നിറഞ്ഞിരുന്ന കണ്ണുകളിൽ നിന്നും 2 തുള്ളി നിലം പതിച്ചു.